കപ്പലിൻ്റെ വഴികളും അതിലൂടെയുള്ള യാത്രകളും ഒരു സഞ്ചാരം തന്നെയായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്നാൽ മനുഷ്യ സമൂഹം പുരോഗതിയിലേക്കുള്ള യാത്രയിൽ അതിപ്രധാനമായ സ്ഥാനമാണ് ഓരോ പാതകൾക്കുമുള്ളത്. അവയിലൂടെ വാർത്താ സംഘങ്ങളും ആക്രമണകാരികളും തീർത്ഥാടകരും വിജ്ഞാനദാഹികളും പ്രവഹിച്ചപ്പോൾ അവരോടൊപ്പം കലയും സാഹിത്യവും സംസ്കാരവും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും അതിർത്തികൾ പിന്നിടുകയായിരുന്നു. പണ്ട് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് പാതകൾ കാരണമായെങ്കിൽ ഇന്ന് നൂതന സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തിലാണ് പാതകൾ പുരോഗമിക്കുന്നത്. രാജപാതകളെ പറ്റി മാത്രമല്ല, ചുരങ്ങൾ, പാലങ്ങൾ, തുരങ്കങ്ങൾ, തെരുവുകൾ എന്നിവയെക്കുറിച്ചും നമുക്ക് ഈ പാതകളുടെ കഥയൊന്ന് കേട്ടാലോ? നമ്മളുടെ കപ്പൽ പാതകൾ പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെയാണ് ജലപഥത്തിലൂടെയുള്ള യാത്രകൾ നമ്മൾ പറഞ്ഞത്. അതിനൊപ്പം തന്നെ നിൽക്കും കരമാർഗമുള്ള യാത്രകൾ. അതിലെല്ലാവർക്കും അറിയുന്നൊരു റൂട്ട് എന്ന് തന്നെ പാതകളിൽ പറയുന്ന ഒന്നാണ് സിൽക്ക് റൂട്ട്, അതായത് പട്ടുപാത. പുരാതന കാലത്തെ ചൈന, ഇന്ത്യ, ടിബറ്റ്, പേർഷ്യ എന്നീ സാമ്രാജ്യങ്ങളെല്ലാം വ്യാപാര സാമഗ്രികളും മറ്റും യൂറോപ്പിലേക്ക് വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലുമൊക്കെ എത്തിക്കാൻ ആശ്രയിച്ചിരുന്ന അതിപ്രധാനമായ പാതയാണ് ഈ പട്ടുപാത. ഏകദേശം 3000 വർഷത്തിൻ്റെ ചരിത്രമുണ്ട് ഈ പാതയ്ക്ക്. ഹാൻ രാജവംശത്തിൻ്റെ കാലത്ത്, അതായത് 206-220 AD കാലഘട്ടമാണ് ഈ പറയുന്നത് കേട്ടോ, ആരംഭിച്ച പട്ടു വ്യാപാരത്തിൽ നിന്നാണ് ഈ പേരിൻ്റെ ഉത്ഭവം. പട്ടു മാത്രമല്ല, അടിമകളും വ്യാപാരികളും തീർത്ഥാടകരും മതപ്രവാചകന്മാരും സൈനികരും കുടിയേറ്റക്കാരും ഈ വഴിയിലൂടെ പ്രവഹിച്ചിട്ടുണ്ട്. 6500 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിലൂടെ അറിവും ആശയങ്ങളും സാങ്കേതിക വിദ്യയും മാത്രമല്ല, രോഗങ്ങളും രാജ്യാതിർത്തികൾ പിന്നിട്ട് പാഞ്ഞൊഴുകി. പട്ടുപാതയിലൂടെയുള്ള വ്യാപാരം ചൈന, ഈജിപ്ത്, ഇന്ത്യ, പേർഷ്യ, ഇന്നത്തെ ഇറാൻ, അറേബ്യ, റോം എന്നിവിടങ്ങളിലെ സാംസ്കാരിക വികാസത്തെ സ്വാധീനിച്ചിട്ടുമുണ്ട്. ആധുനിക ലോകത്തിൻ്റെ അടിസ്ഥാനമൊരുക്കുന്നതിനും ഈ പാത സംഭാവനകൾ അർപ്പിച്ചു. പട്ടുപാത എന്നത് തുടർച്ചയായ ഒരു യാത്രയാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ ചുരുക്കം ചിലർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. വ്യാപാരികളുടെ ഒരു ശൃംഖലയാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സാധന സാമഗ്രികളുമായി ഒഴുകിക്കൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള പട്ടുപാത പോലെ തന്നെ ലോകത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള, അതായത് പാകിസ്ഥാനെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന ഒരു വഴിയുണ്ട്, കാരക്കോറം ഹൈവേ. പുരാതന കാലത്ത് പട്ടുപാതയുടെ ഭാഗമായി നിരവധി വഴിത്താരകളിലൊന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതും പട്ടുപാതയിലേക്കുള്ള വഴിയായിട്ട് തന്നെ. അത്യുന്നതമായ മലപ്രദേശങ്ങളിലൂടെ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ലോകത്തിൻ്റെ 9ാമത്തെ അത്ഭുതമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. 1959 ആരംഭിച്ച പാതയുടെ നിർമ്മാണം പൂർത്തിയാകാൻ ഏകദേശം 27 വർഷങ്ങളെടുത്തു. 1986 പൂർത്തിയായ പാതയുടെ ആകെ നീളം 1300 കിലോമീറ്ററാണ്. ഇതിൽ 806 കിലോമീറ്ററും പാകിസ്ഥാനിലൂടെ, ബാക്കി 494 കിലോമീറ്റർ ചൈനയിലുമാണ്. പാകിസ്ഥാനിലെ അബാട്ടാബാദിനെയും ചൈനയിലെ സിൻജിയാങ്ങിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാത തന്ത്രപ്രധാനമായ പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഇതിന് ഏറെ സൈനിക പ്രാധാന്യമുണ്ട്. കാരക്കോറം മലനിരകളുടെ ഇടയിലൂടെ പോകുന്ന ഈ പാത പാകിസ്ഥാനിൽ N35 എന്നും ചൈനയിൽ G314 എന്നും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും ഒക്കെ നമ്മൾ പറഞ്ഞ സിൽക്ക് റൂട്ടും കാരക്കോറം ഹൈവേ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഗിന്നസ് ബുക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മോട്ടോർ വാഹനങ്ങൾ പോകുന്നതായ റോഡ്, അതായത് വാഹന ഗതാഗത യോഗ്യമായ പാത, പാൻ അമേരിക്കൻ ഹൈവേ. ഏകദേശം 47,958 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് ശൃംഖലയാണിത്. 87 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ഗ്യാപ്പ് എന്നറിയപ്പെടുന്ന ഡാരൻ ഗ്യാപ്പ്, മഴക്കാട് പ്രദേശം ഒഴിവാക്കിയാൽ ഈ റോഡ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഡാരൻ ഗ്യാപ്പ് കാരണമാണ് തെക്കേ അമേരിക്കയിൽ നിന്ന് മധ്യ അമേരിക്കയിലേക്ക് പരമ്പരാഗത മോട്ടോർ വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയാത്തത്. വടക്കേ അമേരിക്കയിലെ അലാസ്കയിലെ പ്രോത് ബേ മുതൽ തെക്കേ അമേരിക്കയിലെ താഴെ ഭാഗം വരെ പാൻ അമേരിക്കൻ ഹൈവേ നീണ്ടു നിവർന്നു കിടക്കുന്നു.
വ്യത്യാസമായ കാലാവസ്ഥകളുടെയും പരിസ്ഥിതി വ്യവസ്ഥകളുടെയും കടന്നു പോകുന്ന ഈ ഹൈവേ നിബിഡ വനങ്ങളും മരുഭൂമികളും തണുത്തുറഞ്ഞു കിടക്കുന്ന ചുരങ്ങളും ഒരുപാട് കുന്നുകളും കാഴ്ചകളും ഈ പാതയിൽ വ്യത്യസ്തത പകരുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളും പനാമയ്ക്കും ഇടയിലുള്ള ഈ ഭാഗം ഇന്റർ അമേരിക്കൻ ഹൈവേ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 14 രാജ്യങ്ങളുടെ പാൻ അമേരിക്കൻ ഹൈവേ കടന്നു പോകുന്നു. കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, ഗ്വറ്റമാല, എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, നിക്കാരോഗ, കോസ്റ്ററിക്ക, പനാമ, കൊളംബിയ, ഇക്വഡോർ, പെറു, ചിലി, അർജന്റീന. പനാമയ്ക്കും കൊളംബിയയ്ക്കും ഇടയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ബാരൻ ഗ്യാപ്പ് ഉള്ളത്. പാൻ അമേരിക്കൻ ഹൈവേയെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈവേ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു റൂട്ടുണ്ട്, അതായത് ഒരു പാത. അതിവിടെയെങ്ങുമല്ല, അങ്ങ് ഓസ്ട്രേലിയയിലെ ഹൈവേ 1. പാൻ അമേരിക്കൻ ഹൈവേയുടെ കുറച്ച് ഭാഗത്ത് വിടവുള്ളതിനാൽ അതിന് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഹൈവേ എന്ന് വിശേഷണം നഷ്ടമാകുന്നുണ്ട്. ഓസ്ട്രേലിയൻ വൻകരയുടെ തീരപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഹൈവേ 1 അതായത് ഏകദേശം 20,000 കിലോമീറ്ററാണ്. ഓസ്ട്രേലിയയിലെ ഫെഡറൽ തലസ്ഥാനം ഒഴികെ മറ്റെല്ലാ പ്രധാന നഗരങ്ങളിലൂടെയും ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട്. ടാസ്മാനിയ ദ്വീപുമായി ബന്ധപ്പെടുന്ന ഒരു ബോട്ട് സർവീസും ഈ ഹൈവേക്ക് ഒരു പ്രധാനം തന്നെയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈവേ സിസ്റ്റമുള്ള രാജ്യം USA തന്നെയാണ്. ഏറ്റവും തിരക്കേറിയ ഹൈവേ കാനഡയിലെ ഒൻറ്റാറിയോയിലുമാണ്. ഹൈവേ 401 ആ സംഭവം. ചില ഭാഗങ്ങളിൽ പ്രതിദിനം 5 ലക്ഷം വാഹനങ്ങൾ വരെ ഈ പാതയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ലൈൻസ് ഉള്ള ഹൈവേ എന്ന് പറയുന്നത് ഈ ഏകദേശം 26 ലൈനുകൾ ഐക്യനാടുകളിലെ ടെക്സസ് സംസ്ഥാനത്തിലാണ്, ഹൂസ്റ്റണിൽ. നമ്മളിപ്പോൾ ലോകത്തുള്ള കുറച്ച് പാതകളും കുറച്ച് വഴികളെ പറഞ്ഞുള്ളൂ. നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ പാതകളും നല്ല ഗടാഗടിയം പാതകളുണ്ട്. NH7, NH47, നാഷണൽ ഹൈവേ എക്സ്പ്രസ്, ട്രാൻഡ്രങ് റോഡ്, എന്തിന് മുംബൈ പൂനെ എക്സ്പ്രസ് വേ, ചെന്നൈ ബൈപ്പാസ്, ജൻപത്ത്, മറൈൻ ഡ്രൈവ്, രാജ്പത്ത്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം.